Welcome back. We were discussing about the apportionment of joint cost, and we already discussed the first method, that is average unit cost method, and today physical unit method. Before going to discuss this theory part, let's see the problem. See this problem. ഇവിടെ ഇന്നലെ നമ്മൾ മിൽക്ക് പറഞ്ഞില്ലേ, മിൽക്ക് യൂസ് ചെയ്തിട്ട് 2-3 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയ പോലെ ഈ ക്വസ്റ്റ്യനിൽ കോൾ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 ഐറ്റത്തിൻ്റെ പേര് ഇവിടെ കാണാം. ദാറ്റ് ഈസ് കോൾ, ദാറ്റ് ഈസ് കോക്ക്, അതായത് കോൾ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത കോക്ക് 1420 കിലോഗ്രാം, കോൾ ടാർ 120 കിലോ, then benzol 22 kg, sulfate of ammonia of 26 and gas 412 kilos. അപ്പം കോൾ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസിൻ്റെ പേരും അതിൻ്റെ കിലോഗ്രാമും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറയുന്നത് ഇതിൽ യൂസ് ചെയ്ത റോ മെറ്റീരിയലായ കോളിൻ്റെ പൈസ 80. ഈ 80നെ നമ്മൾ ഈ 5 പേർക്കും, ഈ 80 ഇല്ലേ, 80നെ നമ്മൾ ഈ 5 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് എ ജോയിൻറ്റ് കോസ്റ്റ്. ലേബർ ആൻഡ് ഓവർ ഹെഡ് അപ് ടു ദ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. അപ് ടു ദ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ്സിൻ്റെ ഉള്ളിൽ വരുന്ന അല്ലേ. സോ നമ്മൾ ഈ 80നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, ഓവർ ഹെഡ് കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഓവർ ഹെഡ് കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 40നെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്യണം, ആൻഡ് 16നെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഇതാ പഠിക്കുന്നത് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. സോ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, വേറൊന്നും തന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഇവിടെ നമുക്ക് വെയിറ്റ് ഇസ് ഗിവൺ, റൈറ്റ്? ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഗിവൺ ആണ് അല്ലേ, നമുക്കവിടെ വെയിറ്റ് ആണ് ഗിവൺ അല്ലേ. കോക്ക് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, കോൾ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ. അപ്പോൾ ഇനി നമുക്കിത് വായിച്ചു നോക്കാമല്ലോ. ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ജോയിൻറ്റ് കോസ്റ്റ് ആർ അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ physical unit or base factor, on the basis of the physical unit വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ലൈക്ക് വെയിറ്റ്, വോളിയം, ക്വാണ്ടിറ്റി എക്സെട്ര, കിലോഗ്രാം, ടണ്ണ്, പൗണ്ട്. ഇവിടെ നമുക്ക് കിലോഗ്രാമിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ബേസിൽ നമ്മൾ ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വായിച്ചു. അപ്പോൾ നമുക്ക് 80നെ ഡിവൈഡ് ചെയ്യണം, 40നെ ഡിവൈഡ് ചെയ്യണം, 16നെ ഡിവൈഡ് ചെയ്യണം. ഇതൊക്കെ ഡിവൈഡ് ചെയ്യാൻ നമുക്കൊരു കോമൺ ബേസ് വേണം അല്ല, എന്തെങ്കിലും ഒരു ബേസ് വെക്കണ്ടേ. സോ ആ ബേസ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആ ബേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി, ഇവിടെ ടോട്ടൽ ഹൗ മച്ച് 2000. ആ 2000ൽ കോക്കിൻ്റെത് എത്ര റേഷ്യോയിലാണ് ഉള്ളത്, എത്ര പെർസെൻറ്റേജ്? സി ടോട്ടൽ 2000ൽ 14-20 ആരുടേത്? കോക്ക്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ടോട്ടൽ പ്രൊഡക്ഷനിൽ കോക്കിൻ്റെ പ്രൊഡക്ഷൻ എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അടുത്തത് നമ്മളത് കോൾ ടാറാണ്. കോൾ ടാർ ഇതാ 120 ആണ് ഇവിടെ ഉള്ളത്, ആൻഡ് ടോട്ടൽ ഇസ് 2000. സോ അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? 120 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ്? ദിസ് ഇസ് 71% കിട്ടും. ഇത് ചെയ്താൽ 6% കിട്ടും. അടുത്തത് ബെൻസോൾ ആണ്. ബെൻസോളിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക? 22 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100. സൾഫേറ്റിൻ്റെയോ 26 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100, ആൻഡ് ഗ്യാസ് 412 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ബേസ് കിട്ടും. സോ അതാണ് നിങ്ങളുടെ ഈ കോളത്തിൽ നമ്മൾ കോക്ക് ആ സംഭവം. പിന്നെ ഇവിടെ കിലോഗ്രാം, ഇത് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ, എത്ര പെർസെൻറ്റേജ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, അത് നമ്മളിവിടെ ഇങ്ങനെ താഴെ എഴുതി. ഓക്കെ, ഇത് 100 ആക്കണേ. ടോട്ടൽ പെർസെൻറ്റേജ് ഈസ് 100, റൈറ്റ്? സോ ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിൻറ്റിൻ്റെ ഒക്കെ വ്യത്യാസം വരും, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 100 ആക്കും. അപ്പോൾ ഈ ഒരു സംഭവം കോളം കിട്ടിയത് മനസ്സിലായല്ലോ. എങ്ങനെ കിട്ടിയ? ഇത് ഡിവൈഡഡ് ബൈ ടോട്ടൽ, എത്ര പ്രൊഡ്യൂസ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ. നൗ ഇനി കോളിന് എഴുതിയ കാണാം, കോൾ ടോട്ടൽ ഈസ് 80 rupees. ടോട്ടൽ ഈസ് 80 rupeesനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ? 80ൻ്റെ 71%, 80ൻ്റെ 6%,
18ൻ്റെ 1.1%, 18ൻ്റെ 1.3%, 18ൻ്റെ 20.6%. ക്ലിയർ അല്ലേ? അടുത്തത് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറയുന്നത് ഇത് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല, പിന്നെ നമ്മൾ എടുത്തേരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിരുന്നു കേട്ടോ. അടുത്തത് ഡയറക്റ്റ് ലേബർ ഇസ് 40, ഹിയർ ഇറ്റ് ഇസ് 40. 40ൻ്റെ 71%, ഇത് 40ൻ്റെ 6%, 40ൻ്റെ 1.5, 40ൻ്റെ 1.3, 40ൻ്റെ 20.6 ഇങ്ങനെ. ഓവർ ഹെഡ് ടോട്ടൽ 60 ഇവിടെ എഴുതുക. 60ൻ്റെ 71%, 60ൻ്റെ 6%, അങ്ങനെ. ഇവിടുന്ന് ഇത് 3 കൂട്ടിയ ഇത് കിട്ടും. ഇതാണ് കോൾ പ്ലസ് ലേബർ പ്ലസ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഇവിടെ 80 + 40 + 60 180 അവിടെ കിട്ടണം. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിന്റ് ശരിയാക്കണം. ഓക്കെ, ഇതും നിങ്ങൾ നോട്ടിൽ കോപ്പി ചെയ്യുക, ബട്ട് ഡോണ്ട് ഗീവ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. ഓക്കെ, നൗ കം സർവേ മെത്തേഡ്. ഈ സർവേ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ചെയ്ത് ഇവിടെ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ സർവേ നടത്തുകയാണ്. ഒരു ഇൻറ്റൻസ് സർവേ, ഡീറ്റെയിൽഡ് സർവേ നടത്തും. സർവേ നടത്തിയിട്ട് നമ്മൾ വോളിയം, എത്ര വോളിയം ഓരോന്ന് പ്രൊഡ്യൂസ് ചെയ്ത്, എത്ര സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ്, മാർക്കറ്റിംഗ് പ്രോസസ്സ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവേ നടത്തും. ഓക്കെ, ആൻ എക്സ്റ്റെൻസീവ് സർവേ. എന്നിട്ട് ആ സർവേൻ്റെ ബേസിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റിന്, ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ബട്ടർ, ക്രീം, ചീസ് അല്ലേ, എന്നിട്ട് ഈ സർവേൻ്റെ ബേസിൽ ഇതിനെല്ലാം നമ്മൾ ഓരോ പോയിന്റ് കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിന് നമ്മൾ 0.8 അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് കൊടുക്കും. ഈ പോയിന്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ജോയിൻറ്റ് കോസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് സർവേ കണ്ടക്ട് ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് സർവേ പോയിന്റ്സ് ആർ ഗിവൺ ടു ദി ജോയിൻറ്റ് പ്രോഡക്ട്സിന് പോയിന്റ്സ് കൊടുക്കും. ആ പോയിന്റ്സിൻ്റെ ബേസിൽ ജോയിൻറ്റ് കോസ്റ്റ് ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ കാണാം, ദിസ് മെത്തേഡ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോസ്റ്റ് വോളിയം, ഞാൻ ഈ പറഞ്ഞതെല്ലാം, ആർ സ്റ്റഡീഡ് ബൈ മീൻസ് ഓഫ് സർവേ. Then point values are given to the individual product according to the relative importance. Joint costs are apportioned on the ratio of this point value. ഇതുകൊണ്ട് തന്നെ ഇതിനെ പോയിന്റ് വാല്യൂ മെത്തേഡ് എന്നും കൂടെ പറയും. Now comes contribution margin method. ഓക്കെ, ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ് നിങ്ങൾക്ക് നെക്സ്റ്റ് സെമ്മിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിലിൻ്റെ പ്രൈസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഫിക്സഡിൻ്റെ എലമെൻ്റ് ഇല്ലാത്തത് എസ് മൈനസ് വി പറയും കോൺട്രിബ്യൂഷൻ. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് വാരിയബിൾ പോർഷൻ ഓഫ് ദ ജോയിൻറ്റ് കോസ്റ്റ് ഇസ് അപ്പോർഷൻഡ്, വാരിയബിൾ പോർഷൻ മാത്രം അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വെയ്റ്റ് അല്ലെ ക്വാണ്ടിറ്റി, ആൻഡ് ഫിക്സഡ് പോർഷൻ അതിൻ്റെ ബേസിലാണ്. നോക്കിയേ, ഫിക്സഡ് പോർഷൻ ഇസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് വെയ്റ്റിൻ്റെ ബേസിലും ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിൽ അല്ല കോൺട്രിബ്യൂഷൻ്റെ ബേസിലും അപ്പോർഷൻ ചെയ്യും. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ദിസ് ഇസ് എ ടെക്നിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. നമ്മൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കും, ഇപ്പോൾ ജസ്റ്റ് അത് മാത്രം ഓർമ്മിച്ചാൽ മതി. വാരിയബിൾ കോസ്റ്റ് വെയ്റ്റിൻ്റെ ബേസിൽ, ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. നൗ സെയിൽസ് വാല്യൂ മെത്തേഡ്. In this method, joint cost will be apportioned in the ratio of sales value. Sales value ന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യുമ്പോൾ സെയിൽസ് വാല്യൂ മെത്തേഡ്. അടുത്ത സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. നൗ നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് കംസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. അതിനെ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് എന്നും കൂടി വിളിക്കും. ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ ഇവിടെ നോക്കിക്കോ, ഈ പെൻ ഉണ്ടാക്കേണ്ട ചിലവ് 8 റുപ്യാന്ന് വെച്ചോ, അതിനല്ലേ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കുക, കോസ്റ്റ് ഓഫ് മേക്കിംഗ് ദിസ് പെൻ, പ്ലസ് അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് എനിക്ക് ഈ പെന്ന് സെല്ലിംഗ് പ്രൈസായ 10 രൂപക്ക് കിട്ടുക അല്ലേ? ആണ്.
അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞൂടെ, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞൂടെ? ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ്, ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളെ ബട്ടർ ഉണ്ടാക്കുന്ന ടോട്ടൽ കോസ്റ്റിൽ ജോയിൻറ്റ് കോസ്റ്റ് ഉണ്ടാവും അല്ലേ? ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് ചെയ്യുന്ന വരെ, പ്രോസസ്സ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വരെയുള്ള കോസ്റ്റും ഉണ്ട്. അതിന് ശേഷം അതിൻ്റെ പാക്കിംഗ്, അതിൻ്റെ സെല്ലിംഗ് എക്സ്പെൻസ്, അതിനുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടാണ് ഈ ടോട്ടൽ കോസ്റ്റ് കിട്ടുക അല്ലേ? ടോട്ടൽ കോസ്റ്റിലെല്ലാം പെടൂല, ജോയിൻറ്റ് കോസ്റ്റ് മാത്രമല്ലല്ലോ. ജോയിൻറ്റ് കോസ്റ്റും വരും, ആ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം ഇൻകർ ചെയ്ത കോസ്റ്റും വരും. അപ്പം ഈ മെത്തേഡ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ടോട്ടൽ കോസ്റ്റിന് ആ സ്പ്ലിറ്റ് ഓഫിന് ശേഷം വരുന്ന കോസ്റ്റ് ഇല്ലേ, പാക്കിങ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഓവർ ഹെഡ്, അങ്ങനെയുള്ള എല്ലാ ഓവർ ഹെഡും മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്? അതവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ? അങ്ങനെ കിട്ടുന്നതാണ് എന്ത്? ജോയിൻറ്റ് കോസ്റ്റ്. ഓക്കെ, നോക്കാം ഇവിടെ എന്താ എഴുതിയത് നോക്കിയിട്ട് ബാക്കി. അണ്ടർ ദിസ് മെത്തേഡ് ഫ്രം ദ സെയിലിൽ നിന്ന് പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്യുന്നു. സെയിലിൽ നിന്ന് പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആൻഡ് സെപ്പറേറ്റ് എക്സ്പെൻസ് എന്ന് എഴുതിയത് ഇതാണ്. അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷമുള്ള എല്ലാ എക്സ്പെൻസുകളും ലെസ് ചെയ്താൽ ദ റിസൾട്ടിങ് എമൗണ്ട് ഇസ് ദ ജോയിൻറ്റ് കോസ്റ്റ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ഷെയർ. അത് എഴുതണമെന്നില്ല. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് കോസ്റ്റും പ്ലസ് സ്പ്ലിറ്റ് ഓഫിന് ശേഷമുള്ള എക്സ്പെൻസും വരും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ഓർമ്മിക്കുക. ഇതിൻ്റെ ഫൊമാറ്റൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നൊന്നുമില്ല. ബിക്കോസ് അതൊക്കെ നിങ്ങൾക്ക് വെറുതെയാണ്, മീൻസ് നിങ്ങൾക്കത് ചോദിക്കൂല, അതുകൊണ്ട് ഞാൻ കവർ ചെയ്യുന്നില്ല. So this is the explanation for apportionment of joint cost. We have already studied 7 methods, 1, 2 and 3, 4, 5. തിയറി പാർട്ട് പോലെ ഇത് പഠിക്കുക, പ്രോബ്ലത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നെക്സ്റ്റ് കം മെയിൻ പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. ഫസ്റ്റ് നമുക്കതിൻ്റെ എക്സാമ്പിൾ പറയാം. സെയിം എക്സാമ്പിൾ, നമ്മൾ മിൽക്ക് ഇതിനോട്ടേക്ക് റോ മെറ്റീരിയലായിട്ട് കൊടുത്തു. വി ഗോട്ട് ബട്ടർ, ചീസ് ആൻഡ് ക്രീം. ഇത് മൂന്നും നമ്മളെ ജോയിൻറ്റ് പ്രൊഡക്റ്റാണ്, അതായത് മെയിൻ പ്രൊഡക്റ്റാണ് അല്ലേ? മെയിൻ പ്രൊഡക്റ്റ്. അങ്ങനെ മിൽക്ക് പ്രോസസ്സ് ചെയ്ത് ഇത് മൂന്നും ഉണ്ടാക്കുമ്പം ഇതിനകത്തുനിന്ന് നമുക്കൊരു ബൈ പ്രോഡക്റ്റ് കിട്ടും. അതാണ് നമ്മുടെ മോര്, ബട്ടർ മിൽക്ക് അല്ലേ? പാലിൽ നിന്ന് നല്ല ക്രീമും ചീസും ബട്ടറും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് കിട്ടുന്ന സാധനമല്ലേ നമ്മുടെ മോര്. സോ ദിസ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ബിക്കോസ് ഇതിൻ്റെ അത്ര വാല്യൂ ഇല്ലല്ലോ. ഇതൊക്കെ മെയിൻ പ്രോഡക്റ്റ്സ് ആണ്. സോ ഇങ്ങനെ ഈ മെയിൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം സൈമിൾട്ടേനിയസ്ലി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്കാർഡഡ് പോലെ, അതിൻ്റെ ഒരു അവശിഷ്ടം പോലെ നമുക്ക് കിട്ടുന്ന സംഭവമാണ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് സ്മോൾ വാല്യൂ ആസ് കമ്പയർഡ് ടു ദി മെയിൻ പ്രോഡക്റ്റ്. മെയിൻ പ്രോഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ, സെയിൽ വാല്യൂ വളരെ കുറവായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. ബൈ പ്രോഡക്റ്റ് refers to one or more product relatively of small value that are produced simultaneously with the product of great value. അതായത് മെയിൻ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മോൾ വാല്യൂ ഉള്ള പ്രോഡക്റ്റിനെ നമ്മൾ ബൈ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ബൈ പ്രോഡക്റ്റ് ആർ റിക്കവേർഡ് ഫ്രം മെറ്റീരിയൽ ഡിസ്കാർഡഡ് ഇൻ ദ മെയിൻ പ്രോസസ് ഓർ ദേ എമേർജ് ആസ് എ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ ഓഫ് അനദർ പ്രോഡക്റ്റ്. വേറെ എന്തോ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോസസ്സിംഗ് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കാർഡഡ് ഐറ്റം ആണ് ബൈ പ്രോഡക്റ്റ്. സോ യു ക്യാൻ സീ definition given by Theodore Lang. Any saleable or usable value incidentally produced in addition to the main product ന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇൻസിഡൻ്റലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിലബിൾ അല്ലെങ്കിൽ യൂസബിൾ വാല്യൂ ഉള്ള പ്രോഡക്റ്റ്. എക്സാമ്പിൾസ് കാണാം. ഷുഗർ ഇൻഡസ്ട്രിയിലൂടെ ഷുഗർ ഇസ് ദ മെയിൻ പ്രോഡക്റ്റ് ആൻഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ബൈ പ്രോഡക്റ്റ്, മെയിൻ പ്രോഡക്റ്റിൻ്റെ ഒരു സംഭവം കാണാം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു 2 എക്സാമ്പിൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ കോട്ട് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് ഇൻസിഡൻ്റൽ ടു ദ മെയിൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് ബൈ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ലെസ്സും ദാൻ മെയിൻ പ്രോഡക്റ്റ് ആയിരിക്കും. സ്മോൾ വാല്യൂ, ദേ ജനറലി ഡു നോട്ട് റിക്വയർ ഫർദർ പ്രോസസ്സിങ്, ബട്ട് ചില സമയത്ത് ഫർദർ പ്രോസസ്സിങ്ങും ചെയ്യേണ്ടി വരും.
ഓൺലി ലിമിറ്റഡ് കൺട്രോൾ ക്യാൻ ബി എക്സസൈസ്ഡ് ഓവർ ബൈ പ്രോഡക്റ്റ്. നമുക്ക് ബൈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കളയാന്നൊക്കെ വിചാരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഓൺലി ലിമിറ്റഡ് കൺട്രോൾ മാത്രമേ അതിൻ്റെ മേലെ ഉണ്ടാവത്തുള്ളൂ. നൗ യു ക്യാൻ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇത്ര നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ്സ് തന്നെ അവിടെ ടേബിൾ വൈസിൽ എഴുതിയെന്നേ ഉള്ളൂ. അത് നിങ്ങൾ വായിക്കാം. ഇനി സ്ക്രാപ്പും ബൈ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഇതാ, സ്ക്രാപ്പ് ഇസ് ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സർട്ടൺ ടൈപ്പ് ഓഫ് വിച്ച് ഹാസ് സം റിക്കവറി വാല്യൂ. സ്ക്രാപ്പിന് റിക്കവറി വാല്യൂ വിൽ ബി ദർ, ബട്ട് ആസ് കമ്പയർഡ് ടു ബൈ പ്രൊഡക്റ്റ് സ്ക്രാപ്പിൻ്റെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, ബൈ പ്രൊഡക്ട്സിന് ലിറ്റിൽ ബിറ്റ് ഹയർ റിക്കവറി വാല്യൂ വിൽ ബി ദർ. ഓക്കെ, അതേപോലെ സ്ക്രാപ്പ് നമ്മൾ ഒന്നും ചെയ്യില്ല, സ്ക്രാപ്പ് അപ്പാടെ എടുത്തങ്ങോട്ട് വിൽക്കുക ചെയ്യുക. ബട്ട് മോസ്റ്റ് ഓഫ് ദ ബൈ പ്രൊഡക്ട്സിന് നമ്മൾ ഫെർദർ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് നമ്മളത് സെയിൽ ചെയ്യുക. സോ ദാറ്റ് ആർ ദി ടു കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്രാപ്പ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. വൺ ഇസ് റിക്കവറി വാല്യൂ ഒന്നിന് ലെസ്സാണ്, ബൈ പ്രൊഡക്റ്റിന് കൂടുതലാണ്. ആൻഡ് സ്ക്രാപ്പ് നമ്മൾ ഫർദർ പ്രോസസ്സിങ് ഇല്ലാണ്ടാണ് സെയിൽ ചെയ്യുക. ബട്ട് ബൈ പ്രൊഡക്റ്റ് മേ അണ്ടർഗോ ഫർദർ പ്രോസസ്സിങ്. നൗ ഹൗ ടു അക്കൗണ്ട് ദി ബൈ പ്രൊഡക്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ദിസ് ഓൾസോ ഇസ് അവർ തിയറി പാർട്ട്. പ്രോബ്ലം ചോദിക്കത്തില്ല. രണ്ട് മെത്തേഡിൽ നമുക്ക് ബൈ പ്രൊഡക്റ്റിനെ ട്രീറ്റ് ചെയ്യാം. വൺ ഇസ് സെയിൽസ് മെത്തേഡ് ആൻഡ് കോസ്റ്റ് മെത്തേഡ്. അണ്ടർ സെയിൽസ് മെത്തേഡ് യു ക്യാൻ സീ 6 മെത്തേഡ്സ് ആർ ദർ, ആൻഡ് കോസ്റ്റിൽ യു ഹാവ് 3 മെത്തേഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ മിസ്ലേനിയസ് ഇൻകം മെത്തേഡ് നോക്കാം. ഈ മിസ്ലേനിയസ് ഇൻകം മെത്തേഡിൽ ബൈ പ്രൊഡക്റ്റിന് നെഗ്ലിജിബിൾ വാല്യൂ ആണെങ്കിൽ അതിനെ സ്ക്രാപ്പ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്ന മെത്തേഡാണ് മിസ്ലേനിയസ് ഇൻകം മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെന്താ ചെയ്യുക? സ്ക്രാപ്പ് ഇസ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് ആസ് മിസ്ലേനിയസ് ഇൻകം. നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിലാണ് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചത്. ഇവിടെ പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ ക്രെഡിറ്റാണ് കൊടുക്കൽ. ബട്ട് നിങ്ങൾ P&L അക്കൗണ്ട് മനസ്സിൽ കണ്ടോക്കിയേ, സെയിൽ ചെയ്യുന്ന സാധനമാണ് അല്ലേ, സെയിൽ ചെയ്താൽ ഇൻകം അല്ലേ വരിക. സ്ക്രാപ്പ് സെയിൽ ചെയ്താൽ വി വിൽ ഗെറ്റ് മണി, ദാറ്റ് ഇസ് ഇൻകം, റൈറ്റ്? സോ ഇറ്റ് ഇസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഏത് സൈഡിലാണ് വരേണ്ടത്? ക്രെഡിറ്റിലല്ലേ ഇൻകം എഴുതുക. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The value of byproduct is credited to P&L account. Now adding sales value of byproduct to the sale of the main product. രണ്ടാമത്തത് ബൈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കിട്ടുന്ന വാല്യൂ മെയിൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നതാണ് അടുത്ത മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് സെയിൽ വാല്യൂ ഓഫ് ബൈ പ്രൊഡക്റ്റ് ആർ ആഡഡ് ടു ദ സെയിൽ വാല്യൂ ഓഫ് ദ മെയിൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഫ്രം ദ ടോട്ടൽ സെയിൽ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ദി മെയിൻ പ്രൊഡക്റ്റ് ഓർ ബൈ പ്രൊഡക്റ്റ് ആർ ഡിഡക്റ്റഡ്. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മൾ ഇഭാഗത്തല്ലേ സെയിൽ എഴുതുക. ഈ സെയിലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റഡ്. അതേപോലെ ബൈ പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് അല്ലേ ഉണ്ടാവുക, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ നെറ്റ് എഫക്റ്റാണ് നമ്മുടെ, അല്ലെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന പോലെയല്ലടാ. ഇവിടെ 100, ഇവിടെ 50, ഇവിടെ 50. ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എത്രയാ? 0 അല്ലേ? അല്ല സോറി 50 അല്ലേ? ഇവിടെ 150, ഇവിടെ 50. സോ ഇറ്റ് ഈസ് നെറ്റ് എഫക്റ്റ് ഇസ് 100. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Under this method, sale value of byproduct are added to the sales value of the main product from the total sales. Total cost incurred. അതായത് ഈ ഭാഗത്തുള്ള ടോട്ടൽ സെയിലിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ഇൻകർ ചെയ്തത് മൈനസ് ചെയ്യും. ഡെബിറ്റ് ചെയ്യുന്ന പോലെ ഇന്ന് മൈനസ് ചെയ്യും. ഓക്കെ, ആർ ഡിഡക്റ്റഡ് ടു ദ മെയിൻ പ്രോഡക്ട്സ് ഓർ പ്രോസസ് അക്കൗണ്ട്. അല്ല സോറി, ആർ ഡിഡക്റ്റഡ് വരെ മതി. ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് വെൻ ദ സെയിൽ വാല്യൂ ഓഫ് ദ ബൈ പ്രോഡക്റ്റ് ഇസ് ഇൻസിഗ്നിഫിക്കൻറ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആർ സോൾഡ് വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ്. ഈ രണ്ട് കേസിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. സെയിൽ വാല്യൂ ഓഫ് ബൈ പ്രൊഡക്റ്റ് ഡിഡക്റ്റഡ് ഫ്രം പ്രോസസ് കോസ്റ്റ്. അടുത്തത്, അണ്ടർ ദിസ് മെത്തേഡ് സെയിൽ വാല്യൂ ഓഫ് ദ ബൈ പ്രൊഡക്ട്സ് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ദി ടോട്ടൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഐദർ ഫ്രം ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ or from the cost of sale. Cost of main product is reduced to that extent. Okay, ഈ മെത്തേഡിൽ കോസ്റ്റ് എന്ത് ചെയ്യുക? പ്രോസസ് കോസ്റ്റിൽ ടോട്ടൽ കോസ്റ്റിന്ന് ലെസ് ചെയ്യുക. ടോട്ടൽ കോസ്റ്റിന്ന് ലെസ് ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ട് ഏതിൻ്റെ വില കുറയും? മെയിൻ പ്രോഡക്റ്റ് ഇസ് reduced. Now crediting sale value less selling and distribution overhead. In this method, selling and distribution expense incurred on the sale of the byproduct is deducted from the sale value of the byproduct.
ഇത് വിൽക്കാൻ, ബൈ പ്രൊഡക്റ്റ് വിൽക്കാൻ നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡോ പിന്നെ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ സെയിൽ വാല്യൂ ഓഫ് ദി ബൈ പ്രൊഡക്റ്റ്. കിട്ടുന്ന പൈസയിൽ നിന്ന് ചിലവായ പൈസ ഡിഡക്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ആൻഡ് ബാലൻസ് ഈസ് ക്രെഡിറ്റഡ് ടു ദി മെയിൻ പ്രോഡക്റ്റ് അക്കൗണ്ട്. പ്രോഡക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. Credit sale value less separate crediting sales value less separate expenses. Under this method, separate expense and selling and distribution overhead are deducted from the sale value of the byproduct. Only the balance is credited to the process or the main product account. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് വി ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. ഇതാണ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്. നെറ്റ് റിയലൈസബിൾ വാല്യൂൻ്റെ വേറെ പേരാണ്. നിങ്ങൾ വായിക്കുക, അവിടെ നിന്ന് എൻ്റെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പോകുന്നത്. നെക്സ്റ്റ് ഇസ് കോസ്റ്റ് മെത്തേഡ്. 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു, സെയിൽസ് മെത്തേഡ് ആൻഡ് കോസ്റ്റ് മെത്തേഡ്. ഹിയർ കംസ് കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇത് ഞാൻ പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓർ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ്സ്. ഇവിടെ നോക്കോ, ഇവിടെ ഓക്കെ ഇപ്പോൾ ഷുഗർ ഇൻഡസ്ട്രിയാന്ന് വെച്ചോ. സോ ഷുഗർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. സോ ഷുഗർ ഇൻഡസ്ട്രി ഇസ് ദർ. ഷുഗർ ഇൻഡസ്ട്രീൻ്റെ ബൈ പ്രൊഡക്റ്റാണ് മൊളാസസ്. ഓക്കെ, ഷുഗറാണ് ഇതിൻ്റെ മെയിൻ പ്രോഡക്റ്റ്, ഷുഗറാണ്. സോ ഷുഗർ ഉണ്ടാക്കുമ്പോൾ അതിന് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നതാണ് മൊളാസസ്. ഓക്കെ, ഇതേ ബിസിനസ്സിന് വേറൊരു ഇൻഡസ്ട്രി ഇസ് ദർ. അവിടെയുള്ള മെയിൻ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോളാണ്. സോ അവിടെ അവരെന്താ ഉണ്ടാക്കുന്നത്? ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയലാണ് എന്ത്? മൊളാസസ്. സോ ഒരു പ്രോഡക്റ്റിൻ്റെ ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോസസ്സിൽ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബിസിനസ്സിൽ 2 തരം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ഷുഗറും ഒന്ന് ഇൻഡസ്ട്രിയൽ ആൽക്കഹോളും. സോ ഷുഗറിൻ്റെ ബൈ പ്രോഡക്റ്റ് അടുത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സി ലെറ്റ്സ് റീഡ് ഇറ്റ്. This method is used where byproduct are utilized. Byproduct utilized by factory itself. അല്ലേ, ഒരേ ആൾക്കാർ ഈ ബൈ പ്രൊഡക്റ്റ് ഇവർ യൂസ് ചെയ്താണ് റോ മെറ്റീരിയലായിട്ട്, ആസ് റോ മെറ്റീരിയൽ ഫോർ സം അതർ പ്രോസസ്, വേറെ എന്തോ ഉണ്ടാക്കാൻ. ഇൻ സച്ച് കേസസ് ബൈ പ്രൊഡക്റ്റ് ആർ വാല്യൂഡ് അറ്റ് വാട്ട് ഇറ്റ് വുഡ് ഇൻകർ ഇഫ് പർച്ചേസ് ദം ഫ്രം ഔട്ട്സൈഡ്. ഈ കേസിൽ ബൈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പുറത്തുനിന്ന് ഇത് 100 റുപ്പീസിന് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഈസ് 100 റുപ്പീസ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്സൈഡ് ദിസ് പർച്ചേസ് പ്രൈസ് ഓർ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഇസ് ക്രെഡിറ്റഡ് ടു ദ പ്രോസസ് ജനറേറ്റിംഗ് ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഷുഗർ ഇൻഡസ്ട്രി ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ 100 റുപ്പീസിന് ക്രെഡിറ്റ് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, എവിടെ നിന്നാണോ ഈ ബൈ പ്രൊഡക്റ്റ് ഉണ്ടായത് ആ പ്രോസസ്സിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും, എവിടെയാണോ ഇത് റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തത് അവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിലും ഈ ബൈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിനെ കാണിക്കും. ഓക്കെ, ഏത് മെയിൻ പ്രോസസ്സിൽ നിന്നാണോ ബൈ പ്രൊഡക്റ്റ് ഉണ്ടായത് അവിടെ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഏതിലാണോ അത് റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The purchase price is credited to the process generating byproduct. ബൈപ്രൊഡക്റ്റ് ഉണ്ടായ പ്രോസസ്സിൽ, അതായത് ഷുഗറിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ അതേ എക്സാമ്പിളാണ് കൊടുത്തത്. എ ഷുഗർ ഫാക്ടറി ഓൾസോ എ പ്ലാന്റ് പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ റോ മെറ്റീരിയൽ മൊളാസസ് which is a byproduct of sugar industry. Under this method, organization molasses value in the at a price which it would have to pay if molasses are purchased from outside. This value is credited to sugar production and debited to alcohol production. Okay, now standard cost എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് അതിന് ഫിക്സ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ബേസിൽ ചെയ്യാം. Then joint cost. This method is adopted when byproductനും അതേപോലെ വാല്യൂ ഉണ്ടെങ്കിൽ, മെയിൻ പ്രൊഡക്റ്റിൻ്റെ അതേ വാല്യൂ
ബൈ പ്രൊഡക്റ്റിന് ഉണ്ടെങ്കിൽ അണ്ടർ ദിസ് മെത്തേഡ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് ദ മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് അപ് ടു ദ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ആർ അപ്പോർഷൻ ബൈ ദം ബൈ എനി സ്യൂട്ടബിൾ മെത്തേഡ് അഡോപ്റ്റിംഗ് ഫോർ കോസ്റ്റിംഗ്. ആൻഡ് ഇവിടെ ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ മെയിൻ പ്രൊഡക്റ്റിനും ബൈ പ്രൊഡക്റ്റിനും, അതായത് ഇതിനെയും നമ്മളൊരു മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഓർമ്മിച്ചാൽ മതി. ഓക്കെ, തിയറി പാർട്ടാണ്, നിങ്ങളുടെ ഭാഗമാണ്, നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഇത് പഠിക്കാം. ഓക്കെ, നാളെ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ബേസിക്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു ചാപ്റ്ററാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഓക്കെ, നാളെ ഞാനത് എടുക്കും.